സ്വൽബഹായ. ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ വളനെ പുതിയ വള എങ്ങനെ ആക്കുമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന്റെ പഴയ വളയാണ്, അതല്ലെങ്കിൽ ചെറുതായി ഇതെറിഞ്ഞിടാൻ പറ്റില്ല എനിക്ക്. ഇനി ഇത് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് കുഞ്ഞാത്തിന് കൊടുക്കാം. അപ്പൊ നമുക്ക് വള ഉണ്ടാക്കി തുടങ്ങാം. വള ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പിങ്ക് നൂലാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കിതിപ്പോ 10 റൗണ്ട് ചുറ്റാം. ഇതന്നെ വേണമെന്നില്ല, ഇതേപോലത്തെ വേറെ നീളത്തിലുള്ള സാധനമായാലും മതി. ഇനി ഞാൻ ഇതെങ്ങനെ ചുറ്റണേന്ന് കാണിച്ചു തരാം. ചിറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇപ്പുറത്തെ സൈഡ് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തുമ്പ് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് വിട്ടു പോവാണ്ടിരിക്കാണ് പശ വെച്ച് ഒട്ടിക്കണത്. നമുക്ക് ഇതിന്റെ അടിഭാഗത്തും തേച്ചു കൊടുക്കണം പശ. ഇനി ഇതിങ്ങനെ ചിറ്റി തുടങ്ങാം. ഇത് അടുപ്പിച്ച് ചിറ്റണം. വളയമ നൂല് മുഴുവൻ ഞാൻ ചിറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമ്മ കുറച്ചും കൂടി ഭംഗിയാക്കണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ സ്റ്റോൺ ചെയിനും ബോൾ ചെയിനാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതാണ് സ്റ്റോൺ ചെയിൻ, ഇതാണ് ബോൾ ചെയിൻ. ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ഇതുമ്മ ഒട്ടിക്കാം. ഏത് ഡിസൈൻ ആയാലും കുഴപ്പമില്ല. പെട്ടെന്ന് തീരാനായിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ പോണത്. ഇപ്പൊ ഒട്ടിക്കാനായിട്ട് ഞാൻ സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു തുടങ്ങാം. എല്ലാവർക്കും വള ഇഷ്ടായ കണ്ട? ഞാൻ കൈ മൂന്ന് ഇട്ടോക്കിയാലോ? കുറച്ച് ലൂസാണ്. ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയ വള്ളിയാണ്. എങ്ങനെയുണ്ട്? ഇന്ന് തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.